എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ പ്രഗ്നന്റ്. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. ഹസ്ബൻഡിന്റെ ബോയ്ഫ്രണ്ട്, ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉപദ്രവിച്ചു എന്നെ. എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി, നല്ലതുപോലെ ഉപദ്രവിച്ചു. ഹായ്, ഹലോ, നമസ്കാരം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആളുകളിൽ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാൻ കിട്ടുന്ന ഒരു പേരിൽ ഒന്നാണ് ഫസ്മീന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ പേര്. ഫസ്മീന സോഷ്യൽ മീഡിയയിൽ ആരുമല്ലായിരുന്നു. ഫസ്മീന എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പേരെടുത്തത്? തൊപ്പി എന്ന് പറയുന്ന ആ ഒരു ആളുടെ കൂട്ടത്തിൽ കൂടി അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് എന്ന രീതിയിൽ അയാളുമായിട്ട് കുറെ നാള് ചുറ്റിയടിച്ച് നടന്ന് അയാളുടെ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുകയും ഫസ്മീന എന്നുള്ളൊരു പേര് തന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് തൊപ്പി പറഞ്ഞു കഴിഞ്ഞ പിന്നെയാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഫസ്മിന തൊപ്പിനെ നൈസായിട്ട് അങ്ങ് തേച്ചിട്ട് മുങ്ങുകയൊക്കെ ചെയ്തു. അത് തൊപ്പി പറഞ്ഞു ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട, അത് വിട്ടുകളഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ വിട്ടുകളഞ്ഞൊരു കാര്യമാണ്. അതിനുശേഷം ഫസ്മിനയുടെ എന്താ പറയുക, ആ ഒരു ടൈമിൽ ഫസ്മീനയ്ക്ക് ഒരുപാട് ഫോളോവേഴ്സ് കൂടി ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞു തുടങ്ങി. ആ ഒരു ഫേസ് കണ്ടല്ല ഇത് ഇന്നയാളാണെന്ന് മനസ്സിലായി തുടങ്ങിയ കാലം തൊട്ട് ഫസ്മിനയ്ക്ക് പിന്നെ അങ്ങോട്ട് പ്രൊമോഷനുകളും കാര്യങ്ങളും ഉഡായിപ്പ് പ്രൊമോഷനുകളുമായിട്ട് ഈ ഓൺലൈൻ ലോട്ടറിയും ഓൺലൈൻ ഗെയിമിന്റെ ഒക്കെ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച കഥ, ഞാൻ ഗെയിം കളിച്ച് ഫ്ലാറ്റ് വാങ്ങിച്ചു ഗൈസ് എന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോ എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ തന്നെ ഒരു 15 വട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്നിൽ കുറച്ച് നാളായിട്ട് കിടന്ന് കറങ്ങുന്ന ഒരാളായിരുന്നു ഫസ്മീന. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഫസ്മിനയുടെ 1-2 വോയിസ് ക്ലിപ്പുകൾ നല്ല രീതിയിൽ വൈറലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഫസ്മിന ഒരു പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് ഉള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഒരു പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കുന്ന കാര്യമാണ്. ഞാൻ ഇങ്ങനെയുള്ള എന്താ പറയുന്ന ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നതല്ല. 1-2 പേര് ഈ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു പയ്യൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ പുറകെ, ഞാൻ പറഞ്ഞല്ലോ ഫസ്മിനയുടെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാത്ത ഞാൻ അതിനെക്കുറിച്ച് നോക്കാത്ത ആളാണ്. ആ ഒരു വീഡിയോ വരുന്ന സമയത്ത് തന്നെ സ്ക്രോൾ ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് പോകുന്ന ആളാണ്. അപ്പൊ എന്തായാലും എന്നോട് ചോദിച്ച ആളുകൾക്ക് മറുപടി കിട്ടാനായിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഫസ്മീനെ കുറിച്ചും ഫസ്മീന സംസാരിക്കുന്ന അസ്മിനെ കുറിച്ചിട്ടും അവരുടെ അമ്മ പറയുന്ന കാര്യങ്ങളെ കുറിച്ചും അന്ന് എടുത്തിരുന്ന അതായത് തുണി മാറുന്ന വീഡിയോയുടെ കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നൻപകളെ MR റിസർട്ട് തുപ്പി യൂട്യൂബ് ഉപയോഗിക്കുന്നതിൽ ഒരു ഭൂരിഭാഗം ആളുകൾക്കും തുപ്പീനെ അറിയുന്നുണ്ടാവും. തുപ്പീനെ അറിയുന്ന ആളുകളിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്കും തുപ്പിയുടെ എക്സ് ലവർ ആയിട്ടുള്ള ഫാസ്മിന സക്കീറിനെ അറിയുന്നുണ്ടാവും. ഫാസ്മിന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് കുറേ നാളുകളായി തുപ്പിയും ഫാസ്മിനെ തമ്മിൽ. അതിനുശേഷം ഫാസ്മിന ലല്ലു IB എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനുശേഷം ഇപ്പം റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ കിടന്ന് ഓടി കളിക്കുന്ന ഫാസ്മിനയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അറൌണ്ട് 1 മില്യൺ പ്ലസ് വ്യൂവർഷിപ്പ് കിട്ടിയേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. അതിനകത്ത് പറയുന്നത് പ്രകാരം ഫാസ്മിന ഇപ്പോൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനെ കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുട്ടിയുണ്ട്. അതായത് ആസ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. ആ കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അതായത് ഫാസ്മിനയുടെ ഇപ്പോഴത്തെ ലവർ ആയിട്ടുള്ള ലല്ലു IB എന്ന് പറയുന്ന ഈ പയ്യൻ ഇവർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു റൂമിൽ ഈ കുട്ടീനെ മർദ്ദിച്ച് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പയ്യനെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആസ്മി എന്ന് പറയുന്ന ഒരു കുട്ടി കൊടുത്തതിന് ശേഷം ആ കുട്ടിയുടെ അമ്മേനെ വിളിച്ചിട്ട് ഫാസ്മിനെ സംസാരിക്കുന്നതായിരുന്നു ഈ ഒരു വോയിസ് ക്ലിപ്പ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ പ്രഗ്നന്റ്. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും, നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധത ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ആ ഏരിയ മൊത്തം അടിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞു. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഇനി വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും. മനസ്സിലായ? നീ ഇനി വിളിക്കരുത്. ഓക്കെ, അപ്പം ആസ്മി എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ഫാസ്മിനെ വിളിച്ച് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത്. അതായത് ഈ ലല്ലു IB എന്ന് പറയുന്ന ഈ ഒരു പയ്യന് എതിരെയുള്ള ഒരു പോലീസ് കേസ് കാര്യങ്ങൾ അതൊക്കെ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പിന്റെ താഴെ ഈ കുട്ടി തന്നെ വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം, ഇത് എൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത്. അവളുടെ ബോയ് ഫ്രണ്ട് എന്നെ റൂമിട്ട് ഉപദ്രവിച്ച് എന്നെ കുറെ, അപ്പോൾ എൻ്റെ വീട്ടുകാർ കേസ് കൊടുത്ത് ആഫ്റ്റർ ദാറ്റ് ഷീ കാൾഡ് മൈ മാം. ആ റെക്കോർഡാണ് ഇത്. ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യും?
അത് സപ്പോർട്ട് ആക്കുന്ന ഗേൾ ഫ്രണ്ടും. അപ്പം ആരൊക്കെ ഇതിനകത്ത് കമന്റിൽ ചോദിച്ചിരുന്നു നീ എന്തിനാണ് അവന്റെ റൂമിൽ പോയതെന്നുള്ളത്. അപ്പം ആ കുട്ടി തന്നെ അതിലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാനല്ല പോയത്, അവനാണ് എൻ്റെ റൂമിൽ വന്നതെന്നുള്ളത്. എന്നിട്ട് ബാക്കി ഇതിന് ശേഷം ഈ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വോയിസ് ക്ലിപ്പ് ഞാൻ വെക്കാം. എന്നിട്ട് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ ദിവസം സംഭവിച്ചത് എന്താണെന്ന് കൂടെ ഞാനത് വെക്കാം. ആദ്യം ഫാസ്മിനെ പിന്നീട് ഇവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ വെക്കാം. പറഞ്ഞ എന്തോ എന്തുകൊണ്ടാ കിട്ടാത്തേ? എനിക്കറിയില്ല, ഞാൻ എന്നെ തല്ലിയെന്നല്ലേ കേസ് കൊടുത്തേ, ഉപദ്രവിച്ചേ. അണിയാണ് എനിക്ക് പാടൊക്കെ കാണിച്ചു തന്നെ. എനിക്കറിയില്ല ഇതിന്റെ ബോഡിയിൽ പാടുണ്ടെന്ന്. പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയാൽ ബോഡി ഫുൾ അവൻ പാടാക്കിയേക്കും. അവൻ എന്നെ ചെയ്യാത്ത ഒന്നുമില്ല വാസി. എന്തോ അവൻ എന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു. എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്തിയിട്ട് പറഞ്ഞു. ഒരിക്കലും അച്ഛൻ കള്ളസത്യം ഇടാറില്ല എന്റെ അച്ഛനെ വെച്ച്. എന്നെ എന്താ എന്തോ ഓക്കെ നീ പക്ഷെ നിന്റെ ലൈഫ് പോകും. നീ അവനെ കെട്ടുവാണെങ്കിൽ നിന്റെ ലൈഫ് ഉറപ്പായിട്ടും പോകും. എനിക്ക് നിനക്ക് അത്രേ പറയാം. അത് ഓക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം പറ. ഓക്കെ എനിക്ക് അവിടുത്തെ ദേഷ്യമുണ്ട്. കാരണം അവനെ നന്നായിട്ട് ഉപദ്രവിച്ച്. അവൻ ഒരിക്കലും ഒരു ആണിന്റെ മേത്ത് കൈ വയ്ക്കാൻ ധൈര്യമില്ല. അതിനവൻ പൊങ്ങത്തില്ലാന്ന് എനിക്ക്. ഒരു പെണ്ണിനെ അവൻ നന്നായിട്ട് തല്ലും. അങ്ങനത്തെ മരുന്നാണ് അവൻ. ഒരു പെണ്ണ് നിന്നെ അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടീ നീ പ്രഗ്നന്റ് ആണ് ഓക്കെ, പക്ഷെ ഇപ്പം ഇതിനകത്ത് ഫാസ്മിനെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആണ്, അപ്പം ഈ കൊച്ചിനെ ആണെങ്കിൽ അച്ഛനില്ല, ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരത്തില്ല എന്നുള്ള രീതിയിലൊക്കെ സാധനം പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് ഞാൻ മെസ്സേജ് അപ്പോൾ ഈ കുട്ടി എനിക്ക് ഒരു ഫോട്ടോ മാത്രം എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിനകത്ത് ഇതുപോലെ കയ്യിലൊരു പാട് വീണേക്കുന്നത് ഞാൻ ഇവിടെ വെക്കുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് കൂടെ ഉണ്ട്, അതെനിക്ക് അങ്ങനെ അയച്ചു തരാൻ പറ്റുന്ന ഫോട്ടോ അല്ല, കാരണം അതുപോലെ ആ കുട്ടിയുടെ പല ഭാഗങ്ങളിലായിട്ടും ഇതുപോലെ പാടുകളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ അന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെക്കാം. അപ്പം ഈ ഒരു പയ്യൻ ഈ കുട്ടിയുടെ ഇങ്ങനെ ചെയ്തിട്ട് സ്വന്തം വയറ്റിലെ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കേസ് വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം ഫാസ്മിനെ പറയുമ്പോൾ എടേ ആ പയ്യനൊന്ന് മനസ്സിലാക്കണ്ടേ. ഇപ്പം ഇവൻ കാരണം ആ ഒരു കുട്ടിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അപ്പം ഇത് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ച് അവനൊരു ബോധം വേണ്ടേ. ആ ഒരു സാഹചര്യത്തിൽ ഈ ഫാസ്മിനേക്ക് തോന്നുന്ന സാധനം അവനല്ലേ സത്യത്തിൽ തോന്നേണ്ടത്. എന്നിട്ട് ഇത് ഇവരുടെ ഫാസ്മിനയുടെ കൂട്ടുകാരിയാണ് ഈ പറയുന്ന ഈ പെൺകുട്ടി. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് പറയണം കേസ് പിൻവലിക്കണം, അതായത് ഇവൻ അടിച്ചതിനൊന്നും വേറെ എന്താണ് പരിഹാരം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പം ഇതിന്റെ താഴെ വന്നിരിക്കുന്ന മറ്റൊരു കമന്റ് ഉണ്ട്, ഈ ലല്ലു ഉണ്ടല്ലോ എൻ്റെ ഒരു സുഹൃത്തിനെ സ്നേഹിച്ചിട്ട് ഒരു മാസം കൊണ്ട് അവളെ കയ്യിൽ നിന്ന് കുറേ ക്യാഷും അതേപോലെ അവളെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതെല്ലാം വാങ്ങി അവസാനം അവളെ മൂഞ്ചിപ്പിച്ച് ഒഴിവാക്കി പോയവനാണ് ഇവൻ. അതേപോലെ എന്നെയും ചെയ്യും, അതേപോലെ നിന്നെയും ചെയ്യും, നീ നോക്കിയിരുന്നോ ഫാസ്മിന. അതായത് ഈ ലല്ലു എന്ന് പറയുന്നവൻ അത്ര നല്ല ആളായിട്ടല്ല ഇവർ പറയുന്നത്, കാശ് മൂഞ്ചിക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളതാണ് ഈ ഒരു കമന്റ് പറയുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഞാൻ എന്താണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കേസ് വരാനുള്ള കാര്യം എന്താണെന്ന് ആ കുട്ടിയുടെ ചോദിച്ചപ്പോൾ ആ കുട്ടി എനിക്കൊരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ വെക്കുന്നത്. ഫാസ്മിനയുടെ ഇത് വെച്ചത് ഇനി അത് കാണാൻ ഓൾറെഡി ആരും ഇല്ല, കാര്യം 1 മില്യൺ പ്ലസ് ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഈ ഒരു വോയിസ് ക്ലിപ്പ് ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. അത് ഈ ഫസ്മിനയുടെ ബോയ് ഫ്രണ്ടും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്നത്. ഞാൻ ഫസ്മിന വേറെ കുറച്ച് പെൺപിള്ളേരൊക്കെ ആയിട്ടപ്പോൾ ഫസ്മിന ഇതേ കണക്ക് ഇവനെ 2 ദിവസം കണ്ട് 2 ദിവസം പരിചയപ്പെട്ട് അന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി. എന്നിട്ട് ഇവനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വീട് മാറുന്നൊരു ഇതായി, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയായപ്പോൾ ഇവള് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വീട് മാറിക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ വീട് മാറാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവളിങ്ങനെ കുറേ ടോക്ക് എടുത്തിട്ട് ഇവിടുന്ന് എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും, ഇവളെ പൈസ ഇവളിവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ ഇതിൻ്റെയൊക്കെ കണക്കൊക്കെ പറഞ്ഞു കുറേ. ഈ പച്ചക്കറിയുടെ ഒക്കെ കണക്ക് പറയുന്ന ട്രോളും കൂടെ ഈ റീൽസിൽ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്നിട്ട് അതിനുശേഷം മറ്റൊരു ക്ലിപ്പ് കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഫാസ്മിന ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമല്ലോ, അപ്പം അതിനകത്തൊരു ഗെയിമിങ്ങിൻ്റെ ഒരു സംഭവം ചെയ്തിട്ട് ലക്ഷങ്ങൾ, ഞാനൊരു ഫ്ലാറ്റ് വാങ്ങി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഫ്ലാറ്റ് വാങ്ങിയ ആളാണോ ഈ പച്ചക്കറിയുടെ പിച്ചക്കണക്ക് പറയുന്നത് എന്നുള്ള രീതിയിലൊരു സംഭവം കൂടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരിയടി നീ ഞങ്ങൾക്ക് മേടിച്ചെന്ന് എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചു തരാൻ പറയുമ്പോൾ ഇവള് എൻ്റെ ഫാമിലി ചീത്ത വിളിച്ചു. അപ്പോൾ ഈ ഷിബിലി എന്ന് പറഞ്ഞ ചെറുക്ക അവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്നിട്ട് റൂം ലോക്ക് ചെയ്ത്. അപ്പോൾ ആ റൂമിനകത്ത് ഞാനിവന് മാത്രം, ബാക്കി എല്ലാവരും പുറത്തു നിന്നുകൊണ്ട് കൊട്ടയായിരുന്നു. ഇവൻ തുറന്നു കൊടുത്തില്ല. എന്നിട്ട് ഇവൻ എന്നെ ബാഗ് എടുത്ത് എൻ്റെ മണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ച് എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എൻ്റെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ച്. പിന്നെ എന്നെ അവൻ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി. മൊത്തത്തിൽ പറഞ്ഞ് എന്നെ അവൻ റേപ്പ് ചെയ്യാൻ നോക്കി. എന്നിട്ട് അവിടെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് എന്നെ വെറുതെ വിട്ട.
ആ കുട്ടിയുടെ അടുത്ത് റേപ്പ് പോലത്തെ ഒരു പരിപാടി കുട്ടി പറയുന്നത് പ്രകാരം ആ പയ്യൻ ലല്ലു എന്ന് പറയുന്ന ആ പയ്യൻ ചെയ്തിട്ടാണ് ഫാസ്മിനെ പോയിട്ട് ഇപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് കുട്ടിയുടെ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് കിടന്ന് കരഞ്ഞു പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ്, അപ്പം അവനെതിരെയുള്ള കേസ് പിൻവലിക്കണം എന്നുള്ള രീതിയിലൊക്കെ. ഫാസ്മിനയുടെ ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ. എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലപോലെ ഉപദ്രവിച്ച്. എന്നിട്ട് ഞാൻ എന്റെ ബോഡി ഫുള്ള് ഞാൻ എന്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോൾ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളോട് കേസ് കൊടുത്തു. ഇപ്പൊ കേസൊന്നും ആയില്ല. അത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹണി, അവള് ശരിക്കുമുള്ള രാഖി എന്നാണ്. അപ്പൊ ഈ പെണ്ണാണെങ്കിൽ അവള് എന്റെ കൂടെയാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവള് പെട്ടെന്ന് മൊഴി മാറ്റി പറഞ്ഞു. അവള് എല്ലാരോടും പറഞ്ഞതാണ് ഫസ്മിനെ അടിച്ചത് അവള് കണ്ടതാണ്, അവള് ഉണ്ടായിരുന്ന കൂടെയെന്ന്. അന്ന് അവിടെ ഫസ്മിന, രാഖി, അജു, ഷിബി, ഞാനെയും കൂടി 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഇപ്പം ഫാസ്മിനൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഫാസ്മിന ഇതുപോലെ മറ്റൊരു പെൺകുട്ടി പ്രഗ്നന്റ് ആണല്ലോ, എന്നാൽ ഓസർ അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് നിസ്സാരമായിട്ട് കളയോ. കാര്യം അവൻ ചെയ്തേക്കുന്ന ഒരു തെറ്റല്ലേ. അപ്പൊ ആ ഒരു തെറ്റ് ഫാസ്മിന പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റല്ലാതാകുമോ? എന്നിട്ടാണ് പോയിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നത് നീ ആ കേസ് പിൻവലിക്കണം, ഞാൻ പ്രഗ്നന്റ് ആണ്, കാര്യം ഞാൻ കൊച്ചിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. എന്നിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. എൻ്റെ അമ്മ പറഞ്ഞു കൊണ്ട് കേസ് വെച്ചോണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ കേസ് കൊടുത്തപ്പോൾ എന്നെ തല്ലുന്ന കണ്ട ഒരു സാക്ഷി മാത്രം, ഹണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഒരു ഫ്രണ്ട്. ഇവള് വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു. ഇങ്ങനെ ഫസ്മിനയുടെ കൂടെ നിന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞ് എന്നെ ഒന്നും ചെയ്തില്ല എന്ന് കള്ളത്തരം പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് ഇവള് ഈ ക്ലിപ്പെല്ലാം എടുത്ത് ഓഡിയോ ആക്കി ഇട്ട്. അത്രേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനകത്ത് ഒരു കളത്രയും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഈ കുട്ടി തന്നെയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ആൾക്കാരിലോട്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് എത്തിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലായത്. അതായത് സ്റ്റേഷനിൽ പോയപ്പം ഈ കുട്ടിയുടെ ഫ്രണ്ടായിട്ടുള്ള ഹണി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി മൊഴി മാറ്റി പറഞ്ഞു. ഈ കുട്ടീനെ തല്ലിയത് കണ്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നീട് ഈ കുട്ടി വന്നിട്ട് നേരെ ഈ ഒരു വോയിസ് ക്ലിപ്പ് ആൾക്കാരിലോട്ട് എത്തിച്ചുള്ളത്. കാര്യം ഇതിനകത്ത് ഫാസ്മിനെ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളും കേട്ടിട്ടുള്ളതാണല്ലോ. ഇനി ബാക്കി കേൾക്കാം. പിന്നെ അതിനുശേഷം ഫസ്മിനെ എന്നെ നല്ല രീതിക്ക് ഭീഷണിപ്പെടുത്തുന്നു. നല്ലോണം ആൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ലഹരിയൊക്കെ യൂസ് ചെയ്യുന്ന പെങ്കൊച്ചാണ്, മറ്റിടത്തൊക്കെ അനാവശ്യമൊക്കെയാണ് പറഞ്ഞു നടക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, ഞാൻ ഡ്രസ്സ് മാറുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അനാവശ്യ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു നടക്കുന്നത്. ഈ ഭീഷണിയുടെ കാര്യത്തിലൂടെ നമുക്ക് വരാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കും. നിങ്ങൾ ഫ്രണ്ട് സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്കൊക്കെ ഓരോ നിങ്ങൾ ഡ്രസ്സ് മാറുന്ന വീഡിയോസ് നിങ്ങൾ പെൺകുട്ടികൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള പൊതുവായിട്ട് ഞാൻ പറയാണ്, അങ്ങനെ എടുത്ത് വെക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. കാരണം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശത്രുക്കളായി കഴിഞ്ഞാൽ നാളെ ഈ പെൺകുട്ടി തന്നെ ആയിരിക്കും നിങ്ങളുടെയൊക്കെ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ആൾക്കാരിലോട്ടൊക്കെ എത്തിക്കുക. അപ്പം അത്തരം കേസൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ്. നിങ്ങളൊക്കെ ഇടയ്ക്ക് യൂട്യൂബും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ കേസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കുക, അവർക്ക് ഈ ഒരു വീഡിയോ എടുക്കാനൊക്കെ നിന്ന് കൊടുക്കണോ വേണമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഫാസ്മിനോട് അയച്ചേക്കുന്ന കുറച്ച് വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കുട്ടീനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ 2-3 സാധനങ്ങളുണ്ടല്ലോ, അത് കുറച്ച് കുറച്ച് സംഭവങ്ങളാണ്. ഓക്കെ, ഞാനപ്പോൾ ഇതിനകത്തിലെ ഒരു 2-3 മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചതിൽ ഒരു സാധനം മാത്രമേ ഇങ്ങോട്ട് വായിക്കാവേ. പബ്ലിക് ഹറാസ്മെന്റ് ഫോർ ഫേക്ക് കേസ്, നീ സെക്ഷൻ വായിച്ച് വെച്ചോ, നിനക്ക് ബഹ്റൈൻ പോകാൻ പറ്റത്തില്ല, എന്തായാലും ഹണി സത്യം പറയത്തേ ഉള്ളൂ, അവൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൾ പറയും, അവൾ കള്ളം പറയൂല, മനസ്സിലായോ, അവൾ കള്ളം പറയൂല മനസ്സിലായോ എന്നിവിടെ സാധനം പറയുമ്പോൾ അപ്പുറത്ത് വോയിസ് ക്ലിപ്പിൽ ഫാസ്മിനോ കോൾ സംസാരിച്ചപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടാണല്ലോ. പിന്നെ ഒരു സാക്ഷി പോലും നിനക്കില്ല മോളെ, നീ ഇരുന്ന് ഊമ്പ്, നിന്നെ വിളിച്ച് കരഞ്ഞതോർത്ത് നീ സന്തോഷിക്കണ്ട, ദാറ്റ് വാസ് ജസ്റ്റ് ആക്ടിങ് ബ്രോ, ഞാൻ അവനെ ഇറക്കി. അതായത് വിളിച്ച് കരഞ്ഞുകൊണ്ട് സംസാരിച്ചതൊക്കെ ആക്ടിങ് ആണെന്നുള്ളതാണ് ഫാസ്മിന അയച്ചേക്കുന്ന മെസ്സേജ്. ഞാൻ ഇത് മാത്രം ഇവിടെ വെച്ചേക്കുന്നത് ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു സംഭവം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ, ബാക്കിയൊന്നും ഞാൻ വെക്കുന്നില്ല. പിന്നെ ഈ കുട്ടിക്ക് എനിക്ക് അയച്ചു തന്ന ഫാസ്മിന അയച്ചു കൊടുത്തൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പോടെ ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫാസ്മിനെ പറ്റിയിട്ട് നിങ്ങളിപ്പം ജസ്റ്റ് ചെയ്തത് മോശമായി എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കുള്ളൂ ഇതുവരെ. പക്ഷേ ആ ഒരു വോയിസ് ക്ലിപ്പോടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ റേഞ്ചിൽ കയറും. കാര്യം അതുകൊണ്ടാണ് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ വെക്കാത്തത്. ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്തുള്ളൊരു സംഭവം ഞാൻ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, അതായത് ഈ കുട്ടി മറ്റുള്ള ആമ്പിളാരുമായിട്ടൊക്കെ ഒരു വഴിവിട്ട ബന്ധത്തിൽ നടക്കുകയാണ്, പിന്നെ ഡ്രഗ്സിൻ്റെ ഓവർ യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ്. അത് കുറച്ച് സീനാണ്. ഓക്കെ, ആ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്ന കുറച്ച് സീനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കുട്ടിയുടെ ചോദിച്ച് ഇതെന്താണ് ഈ പേഴ്സണലി അയച്ചേക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കുട്ടി എനിക്ക് മറ്റൊരു വോയിസ് ക്ലിപ്പ് അയച്ചു. അത് മാത്രമേ ഇങ്ങോട്ട് പോയി. ഇത് വലിയ സീനില്ലാത്ത വോയിസ് ക്ലിപ്പ് ആയതുകൊണ്ടാണ് ആ കുട്ടിയുടെ തന്നെ ഞാൻ ഇങ്ങോട്ട് വെക്കുന്നത്. അല്ല, ഇവള് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞ്, ഞാൻ ഇങ്ങനെ ഈ കാര്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, അങ്ങനെ ഇവളറിയാവുന്ന എന്നെ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് അവർ ഫോൺ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഇവളിങ്ങനെ പറയണം, അവൾ ഇങ്ങനെ കുറേ പയ്യന്മാരെ കിടക്കുന്ന കണ്ടിട്ട് ഓണർ എന്നെ ഇറക്കി വിട്ടതാണ്, അവൾ ഇതേ കണക്ക് കുറേ പയ്യന്മാരെ അവിടെ വിളിച്ചിറക്കി കൊണ്ടുവരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓണർ പറഞ്ഞു വിട്ടേ എന്നൊക്കെ പറഞ്ഞ് അനാവശ്യം പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത്. എന്നിട്ട് എനിക്ക് ഈ വോയിസൊക്കെ അയച്ചു. ഓക്കെ, അപ്പം ഈ കുട്ടി പറയുന്നത് പ്രകാരം അന്നത്തെ ആ ഒരു കേസ് പിൻവലിക്കാത്തതിൻ്റെ പേരിലുള്ള ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ ദേഷ്യമായിട്ട് പിന്നീട് ആ കുട്ടീനെ, അതായത് ഹണി എന്ന് പറയുന്ന ഫ്രണ്ടിനെ കൊണ്ടിട്ട് മൊഴി മാറ്റി പറയിപ്പിക്കുന്നു. പിന്നീട് ഈ കുട്ടീനെ അറിയുന്ന എല്ലായിടത്തും പോയിട്ട് ഇവള് ബാക്കിയുള്ള എല്ലാ ആൺകുട്ടികളുടെ കിടന്നു കൊടുത്ത് നടക്കുകയാണ്, അതേപോലെ ഡ്രഗ്സിൻ്റെ ഓവർ യൂസ് കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള ഇതിലൊക്കെയാണ് ഫാസ്മിന് പറയുന്നത്.
ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ആ കുട്ടീനെ ഞാൻ കുട്ടിയുടെ അടുത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഹെൽത്ത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് വയറ്റത്ത് ഒരു ചവിട്ട് കിട്ടി, നല്ലൊരു ചവിട്ടായിട്ട്, അതുകൊണ്ട് ഫുഡൊന്നും നല്ല രീതിയിൽ അങ്ങനെ ആ രീതിയിൽ കഴിക്കാനൊന്നും പറ്റില്ല, കുറച്ച് സീനാണെന്നുള്ള ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും രീതിയിലൊക്കെ ആ ഒരു പയ്യൻ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരും എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ആ പയ്യനെ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ബാക്കിയുള്ള ഫ്രണ്ടിനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കുക, പിന്നീട് ശേഷം ആ കുട്ടീനെ വിടാതെ പിന്തുടർന്ന് ഇതുപോലെ ഭീഷണിപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങൾ ഭയങ്കര മോശമുള്ള ഒരു കാര്യമാണ്. ഫാസ്മിനെ ആ കുട്ടിയുടെ സ്ഥാനത്ത് ഫാസ്മിനെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര, ഇപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും അത് എന്ത് തന്നെ ആണെങ്കിലും ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്.